പ്രിലിംസ് പാസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും മെയിൻസ് പരീക്ഷകൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രിലിംസിൽ കട്ട് ഓഫ് കിടക്കുക എന്നുള്ള ഇന്റൻഷൻ മാത്രം മതി. കട്ട് ഓഫ് കടന്നാൽ നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ആയി. കോർ ഏരിയാസ് ഉണ്ട്, കുറച്ച് കോർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനെ പറ്റിയിട്ടാണ്. ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും, ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ പ്രിലിമിനറി പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ഈസി ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം പല നോട്ടിഫിക്കേഷൻസും വന്നു കഴിഞ്ഞു. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട്. ഇപ്പോൾ SBCID, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങി നിരവധി ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സോ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് ഒരു ഒറ്റ പ്രിലിംസ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രിലിംസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും മെയിൻസ് പരീക്ഷകൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ എങ്ങനെ ഈ ഒരു ആദ്യത്തെ കടമ്പ, ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ കടക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സേവ് സ്കോർ എന്നുള്ള കാര്യം. അതായത് 2021 തൊട്ടിട്ട് 2021 മുതൽ 2025 വരെയുള്ള ഓരോ പ്രിലിമിനറി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ഫേസിൽ പ്രിലിംസിൽ വരുമ്പോഴും ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും 45-നും 55-നും ഇടയിലാണ്. 55 വരെയൊന്നും പോയിട്ടില്ല. മാക്സിമം ഒരു 52 വരെയൊക്കെയാണ് പോയിട്ടുള്ളത്. സോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ ഒരു 55 മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പ്രിലിംസ് എന്തായാലും പാസ്സാകും. കാരണം ഇതുവരെ നടന്ന പരീക്ഷയൊന്നും 52-ന് അപ്പുറം മാർക്കിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് പോയിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു 55-നും 60-നും ഇടയിലാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രിലിംസ് പാസ്സായിരിക്കും, നിങ്ങളൊരു സേഫ് സ്കോറിലായിരിക്കും നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ പ്രിലിംസ് പാസ്സാകാൻ നമ്മൾ മുന്നിൽ, അതായത് നമുക്കൊരിക്കലും പ്രിലിംസിൽ നമ്മളിപ്പോൾ 100-ൽ 100 അല്ലെങ്കിൽ 100-ൽ 90 മാർക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. കട്ട് ഓഫ് കിടക്കുക, പ്രിലിംസിൽ കട്ട് ഓഫ് കിടക്കുക എന്നുള്ള ഇന്റൻഷൻ മാത്രം മതി. കട്ട് ഓഫ് കിടന്നാൽ നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ആയി. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോഴാണ് ഈ മാർക്ക് റാങ്കിനെ എന്ത് ചെയ്യുന്നത്, റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ മെയിൻസിൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിനെ പറ്റിയ പ്രിലിംസിനെ പറ്റിയിട്ടാണ്. ഇവിടെ നിങ്ങളൊരു 55 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ആവാൻ പറ്റുന്നതായിരിക്കും. അത് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം നമുക്കിപ്പം പ്രിലിംസിൻ്റെ എക്സാമൊക്കെ കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇതുവരെ നടന്നിട്ടുള്ള ഒരു അനാലിസിസ് വെച്ചിട്ട്, അതായത് 2021 തൊട്ട് 2025 വരെ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ പാറ്റേൺ വെച്ചിട്ടും എക്സാംസിൻ്റെ കട്ട് ഓഫ് വെച്ചിട്ടും, ഇതുവരെ ഉണ്ടായ കട്ട് ഓഫിൻ്റെ റേഞ്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതുവരെ നടന്ന പോലത്തെ തന്നെ എക്സാം ആണെങ്കിൽ നോർമലി ഒരു 55 മാർക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേഫ് സോണിലായിരിക്കുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ ഈ ഒരു 55 മാർക്ക് എത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എക്സാമിൻ്റെ സിലബസ് ആണ്. എക്സാമിൻ്റെ സിലബസ്, പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കവിടെ 50 മാർക്ക് GKയും 50 മാർക്ക് GK പോർഷനും 50 മാർക്ക് എന്താണ്, നോൺ GK പോർഷനുമാണ്. ഓക്കെ, ഈ നോൺ GK പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും എന്താണ്, MEM ആണ്. MEM എന്ന് വെച്ചാൽ എന്താ, മലയാളം ഇംഗ്ലീഷ് മാത്സ്. മലയാളം ഇംഗ്ലീഷ് മാത്സ് ആണ് നമ്മുടെ അവിടുത്തെ 50 മാർക്കിൽ വരുന്നത്. അതിൽ മലയാളത്തിൽ 10 മാർക്കും ഇംഗ്ലീഷിൽ 20 മാർക്കും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ 20 മാർക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ 50 മാർക്ക് GK, 50 മാർക്ക് MEM. അപ്പോൾ ഇവിടെ നമുക്ക് ചുരുങ്ങിയ സമയത്ത്, അതായത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ സ്കോർ വാങ്ങാൻ പറ്റുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും MEMൻ്റെ ഭാഗം തന്നെയാണ്. കാരണം MEMൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി റിവൈസ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ 50 മാർക്കിൽ നിങ്ങൾക്കൊരു 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ ബാക്കി GKയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു 20 to 25 മാർക്ക് സ്കോർ ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ 65 മാർക്ക് കിട്ടും.
ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് എന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പം ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും, ആദ്യമായി ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യമായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഏറ്റവും നമ്പർ 1 കാര്യം, നിങ്ങൾ MEM ഫോക്കസ് ചെയ്യണം, MEM കൃത്യമായും വർക്കൗട്ട് ചെയ്യണം. MEM നമുക്ക് പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗ്രാമർ പോർഷനും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. ഗ്രാമർ പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഗ്രാമർ പോർഷൻസ് പഠിക്കുക. ഗ്രാമർ പോർഷൻ പഠിച്ചതിന് ശേഷം കൃത്യമായിട്ടും ഗ്രാമർ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള PYQs ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQs ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 10 PYQ വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും, ഇപ്പോൾ ഇന്ന് നിങ്ങൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് 10 PYQ വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെ നിങ്ങൾ ഡെയിലി ഒരു 10 വെച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഗ്രാമറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്തുണ്ട്, വൊക്കാബുലറി ഉണ്ട്. ഡെയിലി എന്ത് ചെയ്യുക, ഒരു 5 വൊക്കാബുലറി പഠിക്കാൻ എത്ര ടൈം വേണം നിങ്ങൾക്ക്? ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ഒരു 5 പഠിക്കാൻ 5 മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. ചിലപ്പോൾ നമ്മൾ വർക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ വരില്ലേ, ബസ്സിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് 5 വൊക്കാബുലറി കേട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടക്കുന്ന വഴി എന്ത് ചെയ്യുക, ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഒരു 5 വൊക്കാബുലറി നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ നമ്മൾ ചെയ്യണ ആക്ടിവിറ്റീസിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 5 വൊക്കാബുലറി ഡെയിലി ലൈഫിൽ നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പഠിച്ചാൽ പോലും നമുക്ക് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ കയ്യിൽ ഒരുപാട് വൊക്കാബുലറീസ് നമ്മുടെ കയ്യിലുണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആക്കും. കാരണം വൊക്കാബുലറിയുടെ സെക്ഷനിൽ നിന്ന് ഇംഗ്ലീഷിൽ 10 മാർക്കാണ്, അങ്ങനെ ടോട്ടൽ 20 മാർക്കാണ് ഇംഗ്ലീഷിന് വരുന്നത്. മാത്സിൻ്റെ കാര്യത്തിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഓപ്ഷൻ. മാത്സിൽ നമുക്ക് മെൻ്റൽ എബിലിറ്റി ഉണ്ട്, നോർമൽ മാത്സും ഉണ്ട്. അവിടെ തന്നെ നമുക്ക് മാത്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പേഴ്സൻറ്റേജ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല, പേഴ്സൻറ്റേജിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാത്സിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഏജ് പ്രോബ്ലംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ആവറേജിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഇൻട്രസ്റ്റ്, പലിശയുടെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതുപോലെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഈ ഏരിയാസ് ഒക്കെ എന്തായാലും ചോദ്യം വരുമെന്ന് ഉറപ്പാണ്. 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയാണ്. പെർസെൻറ്റേജിൽ നിന്ന് എന്തായാലും ഷോർട്ടായിട്ട് 1 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുണ്ടാവും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ടോപ്പിക്ക് പഠിച്ചത് മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക ചെറിയ ടൈമിൽ. അതായത് ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരും. ആദ്യം നമ്മളൊരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ എടുക്കുന്നവരുണ്ട് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ടൈം കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഡെയിലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ആകും. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ടൈം എടുത്താലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 20 മിനിറ്റൊക്കെ നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ 20 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ഇനി മാത്സിൻ്റെ സെക്ഷനിൽ നമ്മൾ ആദ്യത്തെ 10 മാർക്കിൻ്റെ സെക്ഷനാണ് പറഞ്ഞത്. ഇനി അടുത്ത സെക്ഷൻ മെൻ്റൽ എബിലിറ്റിയുടെ സെക്ഷനാണ്. മെൻ്റൽ എബിലിറ്റിയുടെ സെക്ഷനിലോട്ടേക്ക് വരുമ്പോൾ ദിശകൾ കാണാനുള്ള ഡയറക്ഷൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻ്റെ പ്രോബ്ലംസ്, ക്ലോക്ക്, കലണ്ടർ തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ബ്ലഡ് റിലേഷനിൽ നിന്നൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം ഉണ്ട്. ആ ഏരിയക്ക് എന്ത് ചെയ്യുക, ആ ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. ഡയറക്ഷൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞ് അത് പ്രാക്ടീസിലോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കത് ടൈം കൂട്ടി അതായത് ചെറിയ ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടേക്ക് നിങ്ങൾ ചെയ്തെത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാത്സും ഇംഗ്ലീഷും ഈ ഒരു രീതിയിൽ സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ കാര്യവും. മലയാളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ്, പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ തന്നെ വിപരീത പദങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യുക,
കൃത്യമായിട്ടും ഡെയിലി കുറച്ചായിട്ട് ഒരു 5 വാക്കുകളോ 10 വാക്കുകളോ വെച്ചിട്ട് പഠിച്ചു പോവുക. അങ്ങനെ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ വാക്കുകളും നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് തീർച്ചയായിട്ടും നിങ്ങളെ എക്സാം ഹോളിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പം മലയാളം, ഇംഗ്ലീഷ്, മാത്സിനെ ഇങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 40-ന് മുകളിൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 40-ന് മുകളിൽ നിങ്ങളവിടെ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പകുതി സേഫ് ആയെന്നാണ്. പകുതിയല്ല, ഒരു 90% സേഫ് ആയെന്നാണ്. ബാക്കി ഇരിക്കുന്നത് നമ്മുടെ GK-ൻ്റെ കാര്യത്തിലാണ്. GK-ൻ്റെ കാര്യത്തിൽ 2 വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണുള്ളത്. ഓൾറെഡി പഠിച്ച് അത്യാവശ്യം GK ബേസ് ഉള്ളവരുണ്ടാകും, അതുപോലെ ആദ്യമായി പഠിക്കുന്നവരുണ്ടാകും. ഫസ്റ്റ് ടൈം പഠിക്കുന്നവർക്ക് ഇതെന്താ ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് GK-യുടെ ടോപ്പിക്ക് വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന ഏരിയ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹിസ്റ്ററി നമുക്ക് 3 ഹിസ്റ്ററീസാണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. ഈ 3 ഹിസ്റ്ററിക്കും കൂടി നമുക്കവിടെ വരുന്ന വെയിറ്റേജ് 10 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 10 മാർക്കിന് നമുക്ക് ഈ 3 ഹിസ്റ്ററീസ് ഫുള്ള് A to Z പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ട് ടോപ്പിക്സ് എന്നല്ല ഞാൻ പറയുന്നത്. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50 ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു 100 ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറ്റും പ്രിലിംസിന്. ഒരിക്കലും മെയിൻസിനല്ല, പ്രിലിംസിന് വേണമെങ്കിൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരാൻ പറ്റും. പക്ഷേ അതിനേക്കാളും നമുക്ക് കോർ ഏരിയാസ് ഉണ്ട്, കുറച്ച് കോർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഏരിയാസ് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, കോർ ഏരിയാസ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ സെക്ഷനിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു 3 ഹിസ്റ്ററീസ് ഉണ്ട്. ഈ 3 ഹിസ്റ്ററീസിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററി ഏതാണ്? അത് തീർച്ചയായിട്ടും വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, എന്നാൽ അവിടെ നിന്ന് നമുക്ക് 3 or 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 3 or 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വരും. പ്രത്യേകിച്ച് വേൾഡ് ഹിസ്റ്ററിയിലെ റെവല്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ UN-ൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുള്ളതാണ്. സോ ആ ഏരിയയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കോർ ഏരിയാസ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 ജോഗ്രഫി പഠിക്കാനുണ്ട്. 3 ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, വളരെ വാസ്റ്റായിട്ട് കിടക്കുക. ഈ 3 ജോഗ്രഫി ഫുള്ള് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 5 ആണ്. ഓക്കെ, അത്രയും വലിയ ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ 5 മാർക്കേ വരുന്നുള്ളൂ. സോ നിങ്ങൾ ആ 5 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ചുരുങ്ങിയ സമയത്ത്, ഇപ്പോൾ ഐ ടിയുടെ കേസിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ചെറിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെറിയ സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ആ ഒരു ജോഗ്രഫിക്ക് വേണ്ടി ഇരിക്കുന്ന 5 മാർക്കിന് ഇരിക്കുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് IT-ക്ക് വേണ്ടി ഇരുന്ന് അവിടെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുക. എന്ന് വെച്ച് ജോഗ്രഫി പഠിക്കരുത് എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്ത്, അതായത് ചെറിയ സമയം കൊണ്ട് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആദ്യം പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വലിയ ഏരിയാസ് അതിന് ശേഷം പഠിക്കാവുന്നതാണ്. ഇനി ഈ ജോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വളരെ കോറായിട്ടുള്ള, അതായത് PSCയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. എല്ലാ എക്സാംസിനും വരുന്ന സബ്ജക്റ്റുകളാണ്. അപ്പം ഈ ഏരിയാസ് തീർച്ചയായിട്ടും പഠിക്കണം. ഈ ഏരിയാസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. അപ്പം പുതുതായിട്ട് പഠിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തിണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരല്ലേ, അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാകുമ്പോൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അതിലൊന്നും അറിയത്തിണ്ടാവില്ല. അത് ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്കതിലൊന്നും അറിയില്ല. അതിൽ നിങ്ങൾ നോക്കുക, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 100 ക്വസ്റ്റ്യൻസിൽ എത്രണ്ണ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ 10 ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയുന്നതുണ്ടോ, വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സിലബസ് ഒക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ഒന്ന് ആ ടോപ്പിക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പതിയെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ GK-ൻ്റെ പോർഷനിൽ PYQs അനലൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഓൾറെഡി ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു സെക്ഷൻ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ഡിഗ്രി പരീക്ഷ എഴുതുന്ന എല്ലാവരുടെയും സംശയമാണ് ഹൗ ടു ഫേസ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്
നോക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫാക്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം കുറച്ചും കൂടി കോൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിഗ്രി ലെവൽ ചോദിക്കാറുള്ളത്. സോ ഈ ഒരു ഇതിനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഫേസ് ചെയ്യണം, ധൈര്യത്തോടെ തന്നെ ഫേസ് ചെയ്യണം. കാരണം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യുന്നതിനേക്കാളും ഈസി ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതാണ്. കാരണം എന്താണ്? അവിടെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാം. എലിമിനേഷൻ ടെക്നിക് വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് റെഫർ ചെയ്താൽ എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേഷൻ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ കുറച്ച് നിങ്ങളൊരു ഏരിയ പഠിച്ചു കഴിയുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പം എർത്തിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ, നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്ത് ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് എന്ന ഭാഗമാണ് പഠിച്ചതെന്ന് കരുതുക. അതാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് ചെയ്ത് എലിമിനേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേടി മാറും, സ്റ്റേറ്റ്മെൻറ്റ്സിനോടുള്ള പേടി മാറും. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാൾ സത്യത്തിൽ ഈസി ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഡയറക്റ്റ് ഫാക്റ്റാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അറിയുമെങ്കിൽ മാത്രമേ നമുക്കത് അവിടെ ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ അത് വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുക, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. സോ ബേസിക് ഫാക്റ്റുകൾ പഠിക്കണം എന്നുള്ളത് വളരെ നിർബന്ധകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതും പഠിക്കുക. ഓക്കെ, അപ്പം അടുത്തത് ക്വസ്റ്റ്യൻ ലെവലിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ മൂന്ന് രീതിയിലാകാം. ഒന്നെങ്കിൽ ഈസി ലെവലാകാം, അല്ലെങ്കിൽ മീഡിയം ലെവലാകാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആകാം. ഓക്കെ, ഈ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സാധ്യത. ഇതിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ മീഡിയം ആണോ എന്ന് മനസ്സിലാവും. ഈസി ലെവലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? എല്ലാവർക്കും ഈസിയാണ്. നമുക്കും ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ചെയ്ത് തുടങ്ങുമ്പം ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് കൂട്ടണം. ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന എണ്ണം കൂട്ടണം. അതായത് ആദ്യം നിങ്ങൾ 60 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തവരാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ 75ലോട്ടേക്കോ 70ലോട്ടേക്കോ ആക്കിയിട്ട് കൂട്ടേണ്ടതായിട്ടുണ്ട്. മീഡിയം ലെവൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മീഡിയം ലെവലിൽ തന്നെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ്സ് വരുത്തി വെക്കാണ്ട് എഴുതിയ കാര്യങ്ങൾ കൃത്യമാണ്. അതായത് നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ഗസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ഗസസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് ഒരു സാധനം കിട്ടി, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നിങ്ങൾക്ക് അത് ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, നിങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലരെന്ത് ചെയ്യും? ഒരു ഐഡിയ ഇല്ലെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്തിട്ട് വെറുതെ എയോ ബിയോ സിയോ, ചിലരിങ്ങനെ മുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണീട്ടൊക്കെ കുത്തുന്നത് കാണാം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യൂ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ നമുക്ക് 99 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുക. ഇനി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണ്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് കുറയ്ക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ വാരി വലിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയ്ക്കണം. നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? ഇപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടോപ്പിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഫ്രഷ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു എക്സാം ഹോളിലൊക്കെ ഇരിക്കുന്നത് പോലെ ഒന്ന് ഇരുന്ന് ഒരു 1.25 മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലെവൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക.
ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് മോക്ക് എക്സാംസ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. മോക്ക് എക്സാംസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ നിങ്ങളിങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് പോകുന്നതുകൊണ്ട് കാര്യമില്ല. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? മോക്ക് എക്സാംസിലാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എത്ര കിട്ടുന്നോ അത്രയും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് അവിടെ സെറ്റാവും. കാരണം നമുക്ക് എക്സാം ഹോളിൽ ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല, അപ്പം നമുക്ക് അറിയില്ല. സോ ഇപ്പോഴേ നിങ്ങൾ ചെയ്ത് അതൊന്നും നിങ്ങൾക്ക് ശീലമാവുകയാണെങ്കിൽ, നിങ്ങളത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും GK ഒക്കെ ചെയ്യാനുള്ള പ്രോപ്പറായിട്ട് 100 ക്വസ്റ്റ്യൻസും വായിച്ച് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. ഈ പ്രാക്ടീസ് ഇല്ലാത്തവർ എക്സാം ഹോളിൽ വെള്ളം കുടിക്കും, നമുക്ക് ടൈം കിട്ടാത്ത ഒരു പ്രശ്നം വരും. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ടൈം അവിടെ കൂടുതലായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? മോക്ക് എക്സാംസ് ചെയ്യണം. നിങ്ങൾ ഡെയിലി പഠിക്കണം. അതായത് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ്. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു 5 ദിവസം പഠിച്ചിട്ട് 2 ദിവസം എന്ത് ചെയ്യുക? 2 ദിവസം റിവിഷൻ കൊടുക്കുക. ഈ 2 ദിവസം റിവിഷൻ കൊടുക്കുമ്പോൾ അതിൽ ഒരു ദിവസം എന്ത് ചെയ്യണം? ഒരു ദിവസം ഏതെങ്കിലും ഒരു എക്സാം ചെയ്യണം. ഏതെങ്കിലും, അതായത് നിങ്ങൾ ആ ഒരു വീക്ക് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് എക്സാം ചെയ്ത് നോക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അടുത്ത ഒരു 3-4 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സെറ്റാവും. നിങ്ങളുടെ എക്സാമിലുള്ള സ്പീഡ് കൂടും. അത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിലിംസ് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 50 അല്ലെങ്കിൽ 100 ടോപ്പിക്കോ ഇന്ന ടോപ്പിക്ക് പഠിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് തരാം. ഹോട്ട് ടോപ്പിക്സ് പ്രിലിംസ് കടക്കാൻ ഒരു പരിധി വരെ ഹോട്ട് ടോപ്പിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നതൊരു ഫാക്റ്റ് ആണെങ്കിൽ പോലും പ്രിലിംസിനപ്പുറം നമ്മുടെ കയ്യിൽ മെയിൻസും കൂടിയുണ്ട്. സോ നമ്മൾ മെയിൻസിന് മുന്നിൽ കണ്ടിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആദ്യ കടമ്പ തീർച്ചയായിട്ടും പ്രിലിംസ് ആയതുകൊണ്ട് ആ പ്രിലിംസിനുള്ള ഒരു 55 മാർക്ക് സ്കോർ ചെയ്യാനുള്ള പണി നമ്മുടെ കയ്യിൽ ഇപ്പോഴേ ഉണ്ടാവണം. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിന് ഫോക്കസ് കൊടുക്കുക? MEMന് ഫോക്കസ് കൊടുക്കണം. അതുപോലെ GKയിലെ കോർ ഏരിയാസ് GKയുടെ കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുന്നത്, അതിപ്പോൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഈ രീതിയിലാണ് നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ പ്രിലിംസ്, അതായത് ഫസ്റ്റ് നമ്മുടെ എക്സാമിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആദ്യ പടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മുടെ ലക്ഷ്യം പ്രിലിംസിന് 100-ൽ 100 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് കടമ്പ അല്ലെങ്കിൽ ആദ്യത്തെ കടമ്പയാണ് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളത്. അതിൻ്റെ അപ്പുറം നമുക്ക് മെയിൻസിനോട്ടേക്കുള്ള പ്രിപ്പറേഷനും ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ മെയിൻസിന് പഠിച്ചു പോകണം. പക്ഷേ അപ്പോഴും നമ്മൾ പ്രിലിംസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. അപ്പം നിങ്ങളെ ഇതിനൊക്കെ പ്രാപ്തരാക്കി നിങ്ങളെ അടിപൊളിയായിട്ട് എക്സാം ഹോളിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CC എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് നിങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് പഠിക്കേണ്ട സ്റ്റഡി ടേബിളും, അതായത് ഓരോ സ്റ്റഡി ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ നോട്ടുകളും അതുപോലെ തന്നെ എക്സ്ട്രാ മെറ്റീരിയൽസും സ്റ്റഡി നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ വീക്ക്ലി എക്സാംസും, ഞാൻ മുന്നേ വീക്ക്ലി എക്സാംസ് അല്ലെങ്കിൽ മോക്ക് എക്സാംസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും നമ്മളവിടെ മോക്ക് എക്സാംസ് ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള മോക്ക് എക്സാംസും നമ്മൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.